പ്രിയമുള്ളവരെ, ഏവർക്കും എൻ്റെ ആത്മനമസ്തേ. ഇന്ന് നമുക്ക് നമ്മളുടെ ആത്മസംഭാഷണത്തെ, അതായത് നമ്മുടെ സെൽഫ് ടോക്കിനെ നിയന്ത്രിച്ചുകൊണ്ട് എങ്ങനെ ജീവിത വിജയം കൈവരിക്കാം എന്നുള്ളതിനെ പറ്റി ഒന്ന് നോക്കാം. കാരണം നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതും, അതുപോലെ തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നതും, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ആത്മസംഭാഷണത്തിലൂടെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കാരണം നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ചിന്തകളും അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള ഈ ആത്മസംഭാഷണവും അതുപോലെ നമ്മുടെ പ്രവൃത്തികളും എല്ലാം നമ്മുടെ പ്രപഞ്ചത്തിലേക്ക് വളരെ സൂക്ഷ്മമായി എമിറ്റ് ചെയ്യുന്ന എനർജി തന്നെയാണ്. അതായത് നമ്മുടെ ചിന്തകൾ പോലും അതിസൂക്ഷ്മമായ എനർജി തന്നെയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ പ്രപഞ്ചത്തിലേക്ക് കൊടുക്കുന്ന സൂക്ഷ്മമായ എനർജി ആ പ്രപഞ്ചബോധത്തിൽ തട്ടി പ്രതിഫലിച്ച് നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരുന്നു എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കപ്പെടേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചത്തിലേക്ക് നമ്മൾ ഏത് രീതിയിലുള്ള എനർജിയാണോ കൊടുക്കുന്നത്, ആ രീതിയിലുള്ള എനർജി ഫീൽഡിനെ ആയിരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം എപ്പോഴും എനിക്കത് വയ്യ, എനിക്ക് എൻ്റെ ശരീരം ഒന്നിനും കൊള്ളത്തില്ല, അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിന് എപ്പോഴും അസുഖമാണ് എന്നൊക്കെയുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്തയും അതിനനുസരിച്ചുള്ള ഒരു ആത്മസംഭാഷണവുമാണ് നമ്മുടെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എപ്പോഴും നെഗറ്റീവായിട്ടുള്ള ആ ഒരു എനർജി ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഉള്ള നെഗറ്റീവായിട്ടുള്ള എനർജി നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് അത് ഈ പ്രപഞ്ചബോധത്തിൽ തട്ടി പ്രതിഫലിച്ച് നമ്മളിലേക്ക് തന്നെ ആ ഒരു സെയിം എനർജി ഫീൽഡിനെ ആയിരിക്കും നമ്മളിലേക്ക് തന്നെ കൊണ്ടുവരുന്നത്. ഒരു 10 ദിവസം നിങ്ങൾ ഈ രീതിയിൽ നിങ്ങളുടെ ആത്മസംഭാഷണം ഈ രീതിയിലായി കഴിഞ്ഞാൽ 11ാമത്തെ ദിവസം നിങ്ങൾക്ക് കട്ടിലിൽ നിന്ന് എണീക്കാൻ പോലും സാധിക്കില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം പരിപൂർണമായി ക്ഷയിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളുടെ ഉള്ളിൽ നടക്കുന്ന ആത്മസംഭാഷണത്തെ നമ്മൾ വ്യക്തമായിട്ട് നിരീക്ഷിക്കുക. അതോടൊപ്പം നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ആ വിഷ്വലൈസേഷൻ, നമ്മൾ പല കാര്യങ്ങളെ പറ്റിയും നമ്മൾ സ്വപ്നം കാണുന്ന പോലെ നമ്മുടെ ഉള്ളിൽ നമ്മൾ കാണാറുണ്ട്. അങ്ങനെയുള്ള കാണുന്ന ആ കാഴ്ചകളെയും ഒക്കെ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുകയും നമ്മൾ അതിനെ വ്യക്തമായി നിരീക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. നിരീക്ഷിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ പോലും അറിയാതെ എപ്പോഴും നമ്മൾ സംസാരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ആ സംസാരത്തെ നമ്മൾ ഒബ്സർവ് ചെയ്യുക. അപ്പോൾ ആ സംസാരം പോസിറ്റീവായിട്ടുള്ള സംസാരമാണോ അതോ നെഗറ്റീവായിട്ടുള്ള സംസാരമാണോ എന്നുള്ളത് നമ്മൾ നിരന്തരം ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ വഴി എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമൊക്കെ നിങ്ങൾ മനഃപൂർവ്വം തന്നെ നിങ്ങളുടെ ഈ ആത്മസംഭാഷണത്തെ നിരീക്ഷിക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നീട് നിങ്ങൾക്കതൊരു ശീലമായി മാറിക്കൊള്ളും. അപ്പോൾ ഈ ആത്മസംഭാഷണത്തെ നമ്മൾ നിരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റൊരാളെ നിരീക്ഷിക്കുന്നത് പോലെ, അല്ലെങ്കിൽ മറ്റൊരാളെ നമ്മൾ നോക്കിക്കാണുന്നത് പോലെ നമ്മളുടെ ഉള്ളിൽ നടക്കുന്ന ഈ സെൽഫ് ടോക്കിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ സെൽഫ് ടോക്ക് നമുക്ക് കറക്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് ഏത് രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻസ് കടന്നു വന്നാലും നമ്മുടെ ഉള്ളിൽ പോസിറ്റീവായിട്ടുള്ള ആ ഒരു സെൽഫ് ടോക്ക് അല്ലെങ്കിൽ ഒരു ആത്മസംഭാഷണം നടത്തുവാനായിട്ട് നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് നമ്മൾ ആ ആത്മസംഭാഷണത്തെ ഒബ്സർവ് ചെയ്യും. ആ ഒബ്സർവ് ചെയ്യുന്ന സംഭാഷണം എപ്പോഴെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഉള്ളിൽ നടക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ അപ്പോൾ തന്നെ മാറ്റിയിട്ട് അവിടെ പോസിറ്റീവായിട്ടുള്ള ആത്മസംഭാഷണത്തെ നമുക്ക് നിറയ്ക്കുവാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ മനഃപൂർവ്വം തന്നെ ആദ്യമൊക്കെ നമ്മൾ മനഃപൂർവ്വം തന്നെ നമ്മുടെ ഉള്ളിലെ ഈ സെൽഫ് ടോക്കിനെ നിരീക്ഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന വിഷ്വലൈസേഷനെയൊക്കെ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്തുകൊണ്ട് അതിനെ മനഃപൂർവ്വം തന്നെ മാറ്റിയെടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതാണ്. അങ്ങനെ മനഃപൂർവ്വം നമ്മൾ മാറ്റിയെടുക്കുന്ന സമയത്ത് നമ്മളിൽ നിന്ന് എപ്പോഴും ഇപ്പം ഞാൻ നല്ല ആരോഗ്യവാനാണ്, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും, എന്നെക്കൊണ്ട് സാധിക്കാത്തതൊന്നുമില്ല, എനിക്ക് ആവശ്യമുള്ള ധനം എനിക്ക് സമ്പാദിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള വ്യക്തികളെ എനിക്ക് ബന്ധപ്പെടുവാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഇഷ്ടമുള്ള വ്യക്തികളെ എനിക്ക് ആകർഷിക്കാൻ സാധിക്കും, ഞാൻ എല്ലാത്തിനും അങ്ങേറ്റം പവർഫുള്ളാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള ആ ഒരു പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസും അതനുസരിച്ചുള്ള വിഷ്വലൈസേഷനും അതനുസരിച്ചുള്ള സെൽഫ് ടോക്കുമാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിലുള്ള കാര്യങ്ങളെ നമുക്ക് അട്രാക്ട് ചെയ്യുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ആത്മസംഭാഷണം എന്ന് പറയുന്നത് നമ്മൾ ഈ പ്രപഞ്ചത്തോട് കൊടുക്കുന്ന അഫർമേഷൻസ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ നമ്മുടെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് അത് അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പ്രപഞ്ചത്തിലേക്ക്, അല്ലെങ്കിൽ പ്രപഞ്ചബോധത്തിലേക്ക്, അല്ലെങ്കിൽ അൾട്ടിമേറ്റ് കോൺഷ്യസ്നസിലേക്ക് നമ്മൾ കൊടുക്കുന്ന അഫർമേഷൻസ് ആണ് നമ്മളുടെ ഈ സെൽഫ് ടോക്ക് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ആ സെൽഫ് ടോക്ക് പോസിറ്റീവാണെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ അട്രാക്ട് ചെയ്യാനായിട്ടും നമ്മുടെ ജീവിതത്തിലേക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെ അട്രാക്ട് ചെയ്തുകൊണ്ട് ജീവിതത്തിൽ വിജയം ഉണ്ടാക്കിയെടുക്കുവാനായിട്ടും നമുക്ക് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾ എത്രമാത്രം യോഗപ്രകാശം പഠിച്ചാലും, അല്ലെങ്കിൽ യോഗപ്രകാശത്തിൻ്റെ എത്രമാത്രം ടെക്നിക്കുകൾ പഠിച്ചാലും, അല്ലെങ്കിൽ മറ്റേത് രീതിയിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ ശ്രമിച്ചാലും അവിടെ എല്ലാം ആദ്യം മാറ്റേണ്ടത് നിങ്ങളുടെ ഈ സെൽഫ് ടോക്കിനെയാണ്. അപ്പോൾ ആ ഒരു ആത്മസംഭാഷണത്തെ നമ്മൾ മാറ്റാതെ നമ്മൾ എത്രമാത്രം പോസിറ്റീവായി ഇരിക്കാൻ ശ്രമിച്ചാലും നമുക്ക് ഒരിക്കലും അതിന് സാധിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഈ ആത്മസംഭാഷണത്തെ നമ്മൾ ആദ്യം നിരീക്ഷിക്കാം. അതിനുശേഷം അതിനെ പോസിറ്റീവായിട്ടുള്ള തരത്തിലേക്ക് മാറ്റുക. പോസിറ്റീവായിട്ടുള്ള തരത്തിലേക്ക് മാറ്റുക എന്ന് പറയുമ്പോൾ പലർക്കും പറ്റുന്ന ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് രോഗമൊന്നുമില്ല, അല്ലെങ്കിൽ എനിക്ക് രോഗം
വരില്ല, അല്ലെങ്കിൽ ഞാൻ ഏത് രോഗത്തെയും അതിജീവിക്കാൻ കഴിവുള്ള ആളാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ടോക്കിനെ അല്ലെങ്കിൽ ആത്മസംഭാഷണത്തെ മാറ്റരുത്. മറിച്ച് രോഗമെന്ന് പറയുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ആ രോഗം എന്നുള്ള വാക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് വാക്കുകളാണോ നമ്മൾ പ്രയോഗിക്കുന്നത് ആ വാക്കുകളുടെ അർത്ഥം ചിലപ്പോൾ ഒരുപക്ഷെ എനിക്ക് രോഗമില്ല എന്ന് പറയുന്നതും ഞാൻ പരിപൂർണ്ണ ആരോഗ്യവാനാണ് എന്ന് പറയുന്നത് രണ്ട് ധ്രുവങ്ങളാണ്. വാചികാർത്ഥത്തിൽ രണ്ടും ഒന്ന് തന്നെയാണ്, പക്ഷേങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളെയാണ് അവിടെ നമ്മളിലേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പോൾ രോഗമില്ല എന്ന് പറയുമ്പോൾ രോഗം എന്ന് പറയുന്ന അവസ്ഥയാണ് നമ്മളിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്. മറിച്ച് ഞാൻ നല്ല ആരോഗ്യവാനാണ് എന്ന് പറയുമ്പോൾ ആ ആരോഗ്യമുള്ള ഒരു ശരീരത്തെ നേടിയെടുക്കാനാണ് ഉള്ള അഫർമേഷനാണ് നമ്മൾ കൊടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു കാര്യത്തെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായിട്ടുള്ള രീതിയിൽ നമ്മളുടെ ഈ ആത്മസംഭാഷണത്തെ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമപ്പെടുത്താനായിട്ട് സാധിക്കും. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വിജയവും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ജീവിതവും നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഇന്ന് മുതൽ ഈ നിമിഷം മുതൽ നിങ്ങളുടെ ഈ ആത്മസംഭാഷണത്തെ ഒന്ന് ഒബ്സർവ് ചെയ്യുക. അതിനുശേഷം അതിലെന്തെങ്കിലും വിധത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കടന്നു വരുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്തയെ മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ആത്മസംഭാഷണത്തെ നമ്മുടെ ഉള്ളിൽ നമ്മൾ സ്വയമേ സൃഷ്ടിച്ചുകൊണ്ട് ആ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ റിപ്ലേസ് ചെയ്യാം. അങ്ങനെ ഓരോരോ കാര്യങ്ങളെ നമ്മൾ റിപ്ലേസ് ചെയ്ത് പിന്നീട് നമ്മൾ നിരീക്ഷിക്കാതെ തന്നെ അല്ലെങ്കിൽ നമ്മളതിനെ ഒബ്സർവ് ചെയ്യാതെ തന്നെ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ആ ഒരു പോസിറ്റീവായിട്ടുള്ള ചിന്തകളും പോസിറ്റീവായിട്ടുള്ള ആ ഒരു സെൽഫ് ടോക്ക് നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ നടക്കാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആക്കി കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റുമായി കാണുന്നവരെ നിങ്ങളുടെ സ്വന്തം Yasha Living, synchronizing the art, tactics and spirituality.